ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു പുളിങ്കറി ഉണ്ടാക്കാൻ പോവാണ്. അമ്മയ്ക്ക് എന്തോ പുളിങ്കറി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ പുളിങ്കറി ഉണ്ടാക്കാന്നല്ലേ അമ്മ. അപ്പോൾ അമ്മ പറഞ്ഞ് പുളിങ്കറി കൂട്ടാൻ ഭയങ്കര അപ്പോൾ എന്നെക്കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിക്കണം നമുക്കൊരു താല്പര്യം. സാധാരണ അമ്മമാരാണ് പുളിങ്കറി ഉണ്ടാക്കിയത്. ഇപ്പം ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഗതികേടാണ്. സാരമില്ല, അമ്മ പറഞ്ഞുകൊണ്ട് നമുക്കൊരു പുളിങ്കറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിനാദ്യം തന്നെ ഞാൻ പച്ചമുളക് ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പുളിവെള്ളമാണ് കേട്ടോ. ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഫ്രൈ പാനാണ് എടുത്തത്. അപ്പോൾ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. പാൻ ചൂടാകുന്ന സമയത്ത് നമ്മളിതിലോട്ട് അല്പം വെളിച്ചെണ്ണ കേട്ടോ, കുറച്ച് മതി, അല്പം വെളിച്ചെണ്ണ, പിന്നെ കടുക്, പിന്നെ നമ്മുടെ ഉലുവ, കുറച്ച് ഉലുവയും കടുകും നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ. കുറച്ച് അല്പം മുളക് പൊടി. പച്ചമുളക് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. ചെറിയൊരു കളർ വ്യത്യാസം വരാൻ വേണ്ടി മാത്രം ചുവന്ന മുളക് പൊടി അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. ഇനി നമുക്ക് വേണ്ടത് അല്പം ഉപ്പാണ് കേട്ടോ. കുറച്ച് ഏകദേശം ഇത് വെള്ളമെല്ലാം വറ്റി നല്ല പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഞാൻ വെള്ളം ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരാണി വെള്ളം ചേർത്തിട്ടുള്ളൂ, കാരണം കുറച്ച് പുളിയല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരാണി വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ, അതായത് ഒരു വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, സ്വാദിഷ്ടമായ പുളിങ്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ഒരു ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കാം. കൂടുതൽ ദിവസം വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ഐറ്റംസ് എടുത്തും പുളിയും കൂടുതലെടുത്ത് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, എല്ലാം ഓക്കെ ആണോ എന്നുള്ളത്. സൂപ്പർ കേട്ടോ, അടിപൊളിയാണ് പുളിങ്കറി. പുളിങ്കറി എന്നാണ് ഈ മലബാർ സൈഡിലേക്ക് പറയാം. ചില സ്ഥലങ്ങളിൽ ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയും. അപ്പം ഇത് തയ്യാറാക്കി നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.